എടാ ചെറുക്കണേ, ഈ പഞ്ചായത്തിലെ ഇവർക്ക് കിട്ടല്ലോ, സർക്കാരിന്റെ സഹായം കിട്ടും. അവർക്ക് മാസം 5 രൂപയ്ക്കോ ഫ്രീ ആയിട്ടോ കൊടുക്കാൻ പറ്റും എന്ന് കരുതി നീ എൻ്റെ അടുക്ക ഫ്രീ ചോദിച്ചു വന്നാണ്ടല്ലോ, ഞാൻ എന്റെ സ്വഭാവം നിനക്കറിയാമല്ലോ, ഞാൻ കത്തിക്കോളാം പച്ചക്ക്. സർക്കാർ ഗ്രാൻഡൊക്കെ കിട്ടുന്നുണ്ടെങ്കിലും ഒരു വായനശാല നടത്തിപ്പ് എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. പുതിയ പുതിയ പുസ്തകങ്ങൾ നമ്മൾ വാങ്ങിക്കൊണ്ടേയിരിക്കണം. ഇപ്പോഴത്തെ യുവതലമുറ വളരെ അപ്ഡേറ്റഡ് ആയതുകൊണ്ട് വലിയ വലിയ വിശ്വസാഹിത്യ കൃതികളൊക്കെ വേണ്ടി വരും. അതൊക്കെ നമുക്ക് കരുതണം. അങ്ങനെ ഈ വായനശാല അപ്ഡേറ്റഡ് ആക്കുന്നതിന് വേണ്ടിയാണ് ഈ 20 രൂപ മാസവരി വാങ്ങുന്നത്. അല്ല ഏട്ടാ, 20 രൂപ ഇത്തിരി കൂടുതലല്ലേ? സീഡിക്ക് വരെ 10 രൂപയേ ഉള്ളൂ. 3 കിലോമീറ്റർ സൈക്കിൾ ഓട്ടാൻ പറ്റാത്തോണ്ടല്ലേ ഇങ്ങോട്ട് വന്നത്. എന്നാ നീ പോലെ കുളിസിനും കാണണ്ട, അതാകുമ്പോൾ വാടക കൊടുക്കണ്ടല്ലോ. പിന്നെ നീ കുളിസിയും കാണുമ്പോൾ ഏതൊക്കെ തെങ്ങ പിടിച്ചു നോണം, ഇല്ലല്ലേ ചിലതൊന്നും നീ താങ്ങുകയല്ല. പിന്നെ എന്റേതായ ഒരു ഉപദേശം തരാം, തല്ലി മേടിക്കാൻ നോക്കണം. നീ CD കാസറ്റ് ഇട്ട് കാണുന്ന പോലെയല്ല ഇത്. ഇത് നിന്റെ ഈ ഭാവന അങ്ങോട്ട് ഉണരും. നീ ഒരു പുതിയ ലോകത്തിലേക്ക് പോകും, ഒരു വലിയ നിന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ചെറിയ ലോകം. നിന്റെ ആ കുണ്ടലിനെയൊക്കെ അങ്ങോട്ട് ഉണരും. പിന്നെ ഇതൊക്കെ ഒരു സാമൂഹ്യ സേവനമല്ലേ, ഒരു സെക്സ് എഡ്യൂക്കേഷൻ. ആ സത്യം, സേവനം എന്ന് പറയുമ്പോൾ ഫ്രീ ആയിട്ടായിരിക്കും. ഫ്രീ ആയിട്ട് ഫ്രീ ആയിട്ട് നീ അങ്ങനെ ഉണ്ടാകണ്ട കേട്ടോ. ആ രജിസ്ട്രേഷൻ ഫീ ആയി ഒരു 30 രൂപ കൂടി വേണം, മനസ്സിലായല്ലോ? 30 രൂപയോ? പോയിട്ട് 50 രൂപയായിട്ട് വന്നോളൂ. അപ്പൊ തന്നെ മെമ്പർഷിപ്പ് തന്ന് പുസ്തകം തന്നേക്കാം. ഏത് പുസ്തകം എന്നാ പറഞ്ഞേ? ആദ്യം മറ്റു ചിലരും. ആ അതുണ്ട്. അപ്പോ ഈ പ്രേമോന്നൊക്കെ പറഞ്ഞ കുറച്ച് ചെലവുള്ള പരിപാടിയാണ്. ചെലവാണ്. എങ്ങനെ ഉണ്ടാക്കി 20 രൂപ അടിച്ചു മാറ്റാൻ പറ്റോ? അതിനമ്മ കാശ് വെക്കണ സ്ഥലം എനിക്കറിയില്ലടാ. എന്തൊക്കെ ഇറങ്ങാനാടാ നീ, ഇതൊക്കെ നോക്കി വെക്കണ്ടേ? കഴിഞ്ഞ നോക്കിയത് കാര്യം സാധിക്കുകയാണ്. 10 പൈസ കുറച്ചാൽ തരിക. നീ എന്റെ കാല് പിടിച്ചാലും തരത്തില്ല. ആ 2 രൂപ തരാം. സിനിമാമംഗളത്തിന്റെ നടുപ്പേജെങ്കിലും ശിവന്. സിനിമാമംഗളം നടുപ്പായി പട്ടണയിലിട്ട് കിടക്കാനായി സംസ്കാര ശൂന്യം. ആ നീ കാരണം ഇവിടെ ഒരൊറ്റ 10 പോലും ബാക്കി വരുന്നില്ല. നന്ദി ഉണ്ടറാ, ഇതങ്ങോട്ട് വെക്ക്. സുധീഷേ, നീ എന്താടാ വൈകിയേ? സ്പെഷ്യൽ ക്ലാസ് ഉണ്ടായിരുന്നു ഏട്ടാ. അപ്പൊ അവന്മാർക്കൊന്നും സ്പെഷ്യൽ ക്ലാസ് ഇല്ലേ? ഇവന്മാരൊക്കെ പഠിപ്പിസ്റ്റുകളല്ലേ. പിന്നെ എടാ പിള്ളേരെ, ഉള്ള കാര്യം പറയാലോ, ഇന്നത്തെ കാലത്ത് പഠിച്ചിട്ടൊന്നും വലിയ കാര്യമില്ല. എന്തെങ്കിലുമൊക്കെ ബിസിനസ് ചെയ്ത് 4 കാശ് ഉണ്ടാക്കാൻ നോക്ക്. ഇപ്പം എന്നെ തന്നെ നോക്ക്, ഞാൻ 10ാം ക്ലാസ് തോറ്റ്. അന്ന് കോയമ്പത്തൂരിൽ ബേക്കറി പണിക്ക് പോയിട്ടല്ലേ ഞാൻ ഇന്നൊരു ബിസിനസ്സുകാരനായത്. ഇത് കണ്ടോ, 3310. ഇന്ന് നാട്ടിൽ മൊബൈൽ ഫോണുള്ള 3ാമത്തെ ആളാണ് ഞാൻ. എടാ നിങ്ങളെ ഹെഡ്മാഷൊക്കെ ഉണ്ടടാ മൊബൈൽ ഫോണ്. അതുകൊണ്ടേ നിങ്ങൾ എന്തെങ്കിലും ബിസിനസ് ചെയ്ത് രക്ഷപ്പെടാൻ നോക്ക്. ഞാനേ ഒന്ന് ടൗണിൽ പോയിട്ട് വരാം. അതെ, റേഞ്ച് എന്ന് പറയുന്ന ഒരു സാധനം വേണം ഇതിൽ വിളിക്കാൻ. അത് ടൗണിലേ ഉള്ളൂ. ഒന്ന് കട നോക്കിക്കോളണേടാ. ഒരുവൻ മുതലാളി. എന്തായി കിട്ടിയോ? 20 രൂപയിൽ 5 പൈസ കുറച്ച് തരൂല അയാൾ. പിന്നെ അയാളുടെ ഒടുക്കത്തെ കുറെ നിയമങ്ങൾ. കാലി പിടിക്കായിരുന്നില്ലേ? ആ നെക്സലിന്റെ ഹിസ്റ്ററിയൊക്കെ നിനക്ക് അറിയാമല്ലോ. ഞാൻ പേടിച്ച് മിണ്ടിയില്ലെന്നേ ഉള്ളൂ. മാത്രമല്ല കുറെ പൊറട്ട കളവന്മാർ ഇറങ്ങിയിട്ടുണ്ട്. ചോദിക്കണ പൈസക്കാണ് അവന്മാർ എടുത്തോണ്ട് പോകണം. എടാ മുത്തേ, നീയും കൂടെ ഒരു 5 രൂപ ഇട്ട 15 രൂപയാണ്. ബാക്കി നമുക്ക് എവിടെന്നെങ്കിലും ഒപ്പിക്കാം. പിന്നെ എനിക്ക് വട്ടല്ലേ, ഇവിടെ പണിയെടുത്തുണ്ടാക്കുന്ന കാശ് വെറുതെ ഉണ്ടാക്കളേ. ആ ഒരു പാക്കറ്റ് അച്ചപ്പം. അരുണേ എത്രയും മോനെ? 20 രൂപ. ഇതാ നിങ്ങളുടെ പത്തിങ്ങതാ. 20-ന് പകരം നമുക്ക് 200 ഉണ്ടാക്കാം. ബിസിനസ്. എത്ര കാശ് ലോൺ എടുത്തിട്ടാ നിന്റെ അച്ഛൻ ദുബായിക്ക് പോയെന്ന് നിനക്കറിയോ? അങ്ങേര് അയച്ചു തരുന്ന പൈസ കൊണ്ട് അതുപോലും മര്യാദയ്ക്ക് അടച്ചു തീർക്കാൻ എന്നെ കൊണ്ട് പറ്റണില്ല. 1 മാസത്തേക്കുള്ള ചെലവ് വട്ടം എത്തിക്കാൻ വേണ്ടി ഞാൻ ഇവിടെ കിടന്ന് പെടാപ്പാട് പെടുക. അപ്പോഴാ അവൻ്റെ ഒരു വായനശാല.
മിണ്ടാതിരുന്നോണം അവിടെ. നീ ആദ്യം നിന്റെ ബുക്കിലുള്ളത് പഠിച്ചു തീർക്കാൻ നോക്ക. 10ാം ക്ലാസ്സിലാന്ന് വല്ല ബോധമുണ്ടോ നിനക്ക്? ലക്ഷ്മി മാഷ് പറഞ്ഞല്ലോ വിശ്വസാഹിത്യത്തിലെ നോവലൊക്കെ വായിക്കണം. എന്നാ പിന്നെ പുള്ളിക്കാരനോട് വാങ്ങിച്ചു തരാൻ പറ. അല്ല പിന്നെ എന്താ അമ്മയും മോനും കൂടി ഒരു വഴക്ക്? വഴക്കൊന്നുമില്ല ചേച്ചി. ഇവനിപ്പോ വായനശാല മെമ്പർ ആവാൻ 30 രൂപ കൊടുക്കണമെന്ന് അതിങ്ങനെ പറഞ്ഞോണ്ടിരിക്കായിരുന്നു. വെറുതെ ചേച്ചി പൈസ കളയാൻ വേണ്ടിയിട്ട്. പഠിക്കണ പുസ്തകം മര്യാദയ്ക്ക് തുറന്നു നോക്കുന്നില്ല. അപ്പോഴാ ഒരു നോവല്. എന്താണ് അപ്പോ പെട്ടെന്നൊരു വായനാശീലമൊക്കെ? അത് പിന്നെ ചേച്ചി വായനാതിന്റെ മുമ്പേ 5 ബുക്കെങ്കിലും വായിക്കണം എന്നാ മാഷ് പറഞ്ഞു. അതാ. ഓ പിന്നെ മര്യാദയ്ക്ക് ഇവിടെ വരുത്തുന്ന പത്രം വായിക്കുന്നില്ല അവൻ. അപ്പോഴാ 5 ബുക്ക്. നിനക്ക് ലൈബ്രറിയിൽ നിന്ന് പുസ്തകം എടുത്താ പോരെ? ആ മതി. എന്നാ വല്ലതും കഴിച്ച് വീട്ടിലേക്ക് വാ. സ്മിതയെ കൊണ്ട് പുസ്തകം എടുപ്പിച്ചുതരാം. അവക്കാടോ മെമ്പർഷിപ്പ് ഉണ്ട്. നിനക്ക് വേണ്ട പുസ്തകത്തിന്റെ പേര് എഴുതി അവക്ക് കൊടുത്താൽ മതി. അവളെടുത്ത് തരും. അയ്യോ അതൊന്നും വേണ്ട ചേച്ചി. അവള് BA ക്കല്ലേ പഠിക്കുന്നത്. അവൾക്ക് ഒത്തിരി പഠിക്കാനൊക്കെ കാണത്തില്ലേ? പിന്നെ ടാർസം കഥകളല്ലേ BA മലയാളത്തിന്. നീ വന്നാട്ടാ. ഞാൻ വന്ന കാര്യം മറന്നുപോയി രമേ. എന്താ ചേച്ചി? കുറച്ച് കൊടമ്പുളി ഉണ്ടാവും എടുക്കാൻ. തരാ. വേണ്ട വേണ്ട വീട്ടിൽ പ്രശ്ന കുഴപ്പമില്ലെന്നേ. വായിക്കാൻ കൊടുത്തത് ഒറ്റയ്ക്ക് വായിക്കുമ്പോഴേ കുഴപ്പമൊക്കെ. ചേട്ടാ ചേട്ടാ ഉണ്ടോ? ഇല്ലടാ, ഇപ്പൊ കാപ്പ് കുടിച്ചല്ലേ ഉള്ളൂ. കുറച്ചുകൂടെ കഴിയട്ടെ. അതല്ല ചേട്ടാ, ഈ മറ്റേ പീസ് ബുക്കേ നിനക്ക് ഈ കിടക്കുന്ന മുത്തും ചിപ്പിയും പവിഴവും മന്ദാരവും ഒന്നും പോരെ? അല്ല വെറൈറ്റി എന്തെങ്കിലും. വെറൈറ്റി നിന്റെ ഭാഗ്യം വന്നിട്ടുണ്ട്. നോക്കട്ടെ. എടാ അതൊന്നും ഇങ്ങനെ എടുത്ത് വെളി വെക്കാൻ നോക്കില്ല, അറിയാവോ? നോക്കട്ടെ. പാറ്റ് ഹൗസ്. പാനില്ലാത്തതിന്റെ ഗുണക്കാരാരാണോ? എന്നാ ഉണ്ട്. കുളിര് കേട്ടോ. ദൈവത്തെ വിളിച്ച് തുറക്കടാ. നീ നമ്മുടെ തൈലം മൊയ്തുവിന്റെ മോനല്ലേ? എന്റെ ബാപ്പയെ ഞാൻ അറിയൂ, അത്രേ ഉള്ളു. ഞാൻ പറയത്തൊന്നുമില്ലടാ. ഈ കസ്റ്റമർ സംശയമാണോ? എടാ 76-ൽ കക്കയം സ്റ്റേഷനിൽ കൊണ്ടുപോയി പട്ടിയെ തല്ലുന്ന പോലെ സെല്ലിട്ട് തല്ലി തൂറിച്ചിട്ട് പോലും കൂടെയുള്ളവരുടെ പേര് പറയാത്തവനാ ഈ നച്ചല്ലപ്പൻ. അറിയാം നിനക്ക്? ഇല്ല. അതാരാ? ഞാനാടാ. പിന്നെ ആണെന്ന് സത്യം. വിശ്വസിക്കാൻ തോന്നുന്നു. അപ്പൊ ശരി, പിന്നെ ഇത് ചക്കാത്തല്ല, കാശും കൊണ്ട് തരണം. 20 രൂപ 2 ദിവസത്തേക്കിന് വാടക. പിന്നെ അത് കഴിഞ്ഞാൽ ഇങ്ങനെ ഓരോ ദിവസം ഇരട്ടിച്ചോണ്ടിരിക്കും. പിന്നെ ബുക്ക് കളഞ്ഞു പോയി 600 രൂപ. മുങ്ങാനാണ് നിന്റെ പ്ലാനെങ്കിൽ നിന്റെ വീട് എനിക്കറിയാം. വന്ന് വീടി വെച്ച് കൊല്ലിഞ്ഞു. ആ കാശ് ചേട്ടാ. ഇതെന്നാ കുടുക്ക പൊട്ടിക്കാണോ? അല്ല ഏട്ടാ, പിരിവ് പൈസേ. അപ്പൊ കമ്മറ്റിക്കാർ കൂടുതലല്ലേ? ഓഹോ, അങ്ങനെയൊന്നുമില്ല. ആയിക്കോട്ടെ, എല്ലാവർക്കും നന്മ വരട്ടെ. ചിലപ്പെട്ട പറ്റത്തിരു ആണോ? അവനെന്റെ ഒരു ഇത്